ഹായ് ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഉണ്ട്, നമ്മുടെ കൽക്കി ടു ഇന്ന് ദിവ്യ പതുക്കോൾ പുറത്തോട്ട് പോയിരിക്കുകയാണ്. എലിമിനേറ്റ് അത് ഒരു എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് വേണം. അത് തന്നെ, അതൊക്കെ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്വീറ്റ് വായിക്കാം. This is to officially announce that Divya Padukone will not be a part of the upcoming sequel of Kalki. After careful consideration, we have decided to part ways. Despite the long journey of making the first film, we were unable to find partnership. And a film like Kalki deserves that commitment and much more. അതെ, കമ്മിറ്റ്മെന്റും ആൻഡ് മച്ച് മോർ. അല്ലത് പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ട പ്രശ്നങ്ങളും അതുപോലെ അമീർ ഖാനൊക്കെ ട്വീറ്റ് ചെയ്ത പ്രശ്നങ്ങൾ വെച്ചിട്ട് അതിന് നിന്റെ ഒരു ഒപ്പീനിയൻ ആദ്യം ഒഫീഷ്യലി പ്രശ്നം എന്തോ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അൺഒഫീഷ്യലി പിന്നെ ഇതിനകത്ത് ഈ കമ്മിറ്റ്മെന്റ് കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അൺഒഫീഷ്യലി പറയുന്ന കാര്യം എന്തോന്നാണ്, ഈ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഈ ഇത്ര ദിവ്യ പതുക്കോന്റെ കൂടെ വരുന്ന 25 പേർക്ക് ഉള്ള ചെലവ് പ്രൊഡ്യൂസർ നോക്കണം. അത് ചെലവെന്നൊക്കെ പറഞ്ഞാൽ ദീപിക പദുകോണ് ഇപ്പൊ ഒരു ആക്ടർ അല്ല ഒരു ആക്ട്രസ് എന്ന നിലയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഇതാണല്ലോ, സർവീസ് ആണല്ലോ കൊടുക്കുന്നത്. അതുപോലെ അവർ കൂടെ വരുന്നവർക്ക് കൊടുക്കണം എന്നുള്ള ലക്ഷറി ഇത് കൊടുക്കണം എന്നെങ്കിലും ഇതൊക്കെ എവിടത്തെ ഏർപ്പാട്. പിന്നെ 6 തൊട്ട് 7 വരെ മണിക്കൂർ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ സാലറി കൂടുതൽ, മുമ്പത്തെ കാര്യം കൂടുതൽ പ്രതിഫലം. ഒരു പൊടിക്ക് കൂടുതൽ ചോദിച്ചാൽ കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് എന്തിനാണ്, ഇപ്പം കഴിഞ്ഞതിന് ചെയ്തത് അതിന്റെ സിനിമയുടെ ഭാഗമായത് കൊണ്ട് ഇപ്പം സ്വാഭാവികമായിട്ട് കൽക്കി 1 അപേക്ഷിച്ച് കൽക്കി 2 വരുന്ന സമയത്ത് അത്രയും ബഡ്ജറ്റ് കൂടുതലല്ലേ വരണത്. അപ്പം ഇവർക്ക് നേരത്തെ അഭിനയിച്ചവർക്ക് നേരത്തെ കാലം കുറച്ചും കൂടെ റെമ്യൂണറേഷൻ കൂടുതൽ വരാം. ഉറപ്പായിട്ടും അത്രയും ഇതാണല്ലോ പടം പോണത്. അപ്പൊ പിന്നെ പക്ഷെ ചോദിച്ചത് കൂടി അങ്ങനെയല്ല. ഇപ്പം ഒരു സിനിമ എന്ന് വെച്ചാൽ അതൊരു ടീമാണ്, അതൊരു ഇതായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അത് ശരിയാണ്. ഫസ്റ്റ് പാർട്ട് അവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇന്നുകൊണ്ടാണ് അത്രയും വലിയ സക്സസ് ആയത്, 1000 കോടിയോളം വന്നു. അപ്പൊ അതേ ടീം തന്നെ അടുത്ത പാർട്ടിലോട്ട് ചെന്ന് അവിടെ അത്ര കമ്മിറ്റ്മെന്റ് കാണിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് കൂടുതൽ പൈസ വേണം, അത് ശരിയാണ്. അത് തന്നെ അത് ശരിയല്ല. അതിനൊക്കെ പറഞ്ഞ ഒരു ടീം ഇങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ കൽക്കി എന്ന സിനിമ ഹിറ്റ് ആയത് കൊണ്ട് എന്തെല്ലാം അതിൽ അഭിനയിച്ച എത്ര ആക്ടേഴ്സിന്റെ ഒരു ലൈഫാണ് ഇങ്ങനെ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത, ഒരു കമ്മിറ്റ്മെന്റ് സിനിമയോട് വേണം അല്ലേ. അത് തന്നെ ഈ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഈ ഒരു കാര്യത്തില് പറയാതിരിക്കാൻ വയ്യ. ഏത് കാര്യത്തിലായാലും ഇപ്പം ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ലോക സിനിമ, കല്യാണി പ്രിയദർശന്റെ മൊത്തത്തില് ലോക സിനിമയൊക്കെ എടുത്താലും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു പടമാണ് മലയാളം എന്ന് പറഞ്ഞാൽ അവരെ കമ്മിറ്റ്മെന്റ് ഉണ്ട് മാത്രവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും പണ്ട് തൊട്ടേ അവർക്ക് നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പടങ്ങൾക്ക് അവർ അഭിനയിച്ചിട്ട് റെമ്യൂണറേഷൻ പോലും വാങ്ങിച്ചിട്ടില്ല. കാര്യം പ്രൊഡ്യൂസറിന്റെ നഷ്ടം നോക്കിയിട്ട് പിന്നീട് മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. Between the action and cutification, it's kind of vanishing, and Mohanlal is vanishing and the character comes. And again, the other character will vanish when they say cut. It's a process, and that is called the gift. That's called the blessing. വാങ്ങിക്കാത്ത അഭിനയിച്ച സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. പഴയ ലാലേട്ടന്റെ കഥകൾ ഞാൻ കേട്ടിട്ടുള്ളത് പൈസ ചോദിച്ച് വാങ്ങിക്കാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യനായിരുന്നു. മുമ്പ് അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. അത് അവർക്ക് ഇപ്പം മമ്മൂക്കാനെ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു മടിയില്ലാതെ ഈ ഒരു ഇത്ര എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫയർ ഈ സിനിമയോടുള്ളൊരു ആർത്തിയാണല്ലേ, കാശിനോടല്ല, അത് ഒരടങ്ങാത്ത ആർത്തി. ഞാൻ ഇത്രയും കഥകൾ കേൾക്കുന്നതും ഇത്രയും ഒരുപക്ഷെ സിനിമകളുടെ എണ്ണം കൂടുന്നതും ഒക്കെ ഇതിനോടുള്ള ഒരു ആഗ്രഹം ആർത്തിയുണ്ട്. ഈ ആർത്തിയാണ്, കാശിനോടല്ല. ഇപ്പം മറ്റേ ഈ ദിവ്യ പതുക്കോണിന്റെ ഈ കാരണം കൊണ്ടാണ് അവരെ പുറത്താക്കിയെങ്കിൽ അവർ ചെയ്ത ഒരു മോശപ്പെട്ട കാര്യമാണ്. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആർട്ടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, സിനിമയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ചെയ്യുന്ന ജോലിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല. പിന്നെ കൽക്കി 2 വരുവാണെങ്കിൽ കൽക്കി 2 ചിലപ്പം ദിവ്യ പതുക്കോൺ ഗർഭിണി ആയിരുന്നല്ലോ, പ്രസവിക്കുന്നതിന്റെ ഇടയ്ക്ക് മരിച്ചുപോയി എന്നൊരു രീതിക്ക് ആക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഒഫീഷ്യലി ഇങ്ങനെ അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും
ഉറപ്പൊന്നുമില്ലടാ, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഉണ്ട്, ചിലപ്പോ അങ്ങനെ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന് പകരം പല റീപ്ലേസ്മെന്റുകളും ഇപ്പം അലിയ ഭട്ടിന്റെ ആയാലും അലിയ ഭട്ടിന്റെ ഫേസ് ഒക്കെ വെച്ച് ഓരോരുത്തർ ഇറക്കുന്നുണ്ട്. അലിയ ഭട്ട് പിന്നെ ഫേസ് മറ്റേ നമ്മുടെ അമല പോളിന് ഫേസ് കട്ട് ദീപികയായിട്ട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞ പിന്നെ അവരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രിയങ്ക ചോപ്ര, ഐശ്വര്യ റേ, അങ്ങനെ ഓരോരുത്തരെ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വരും ആ സ്ഥാനത്ത്. പക്ഷെ ഈ കൽക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു കഥാപാത്രങ്ങൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ചില പ്രശ്നങ്ങളും ഇതൊക്കെ ആ കഥയെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. നമ്മുടെ KGF 1 കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് 2 വന്നപ്പോ പ്രകാശ് രാജല്ലായിരുന്നു. അപ്പം അത് പക്ഷെ നമുക്ക് വലിയ പ്രശ്നമായില്ല, മറ്റേ പുള്ളിയുടെ മോനാണ് എന്ന് ഒരു സ്റ്റോറി ആക്കി. പക്ഷെ അതുപോലെ അല്ലല്ലോ, ഒരു നല്ല ലെങ്തി ക്യാരക്ടർ ചെയ്തിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മാറുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ചിലപ്പം അവര് ആ ഒരു ക്യാരക്ടറിനെ വെച്ചായിരിക്കും ബിൽഡ് ചെയ്ത് സ്റ്റോറി കൊണ്ടുപോയത്. ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ മാറണം എന്നൊക്കെ പറയുമ്പോ അവർക്ക് എന്തോ ഒരു മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും അവര്. അപ്പൊ അതൊക്കെയാണ് ഒരു ആർട്ടിനോട് ഒരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നില്ല എന്നാണ് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നല്ല മുമ്പേ ഇതൊക്കെ ഉള്ളത് ആമീർ ഖാൻ ആയാലും പൃഥ്വിരാജ് ആയാലും പറഞ്ഞിട്ടുണ്ട് പണ്ട്. അതായത് ഈ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ആക്ടേഴ്സും ആക്ട്രസിനും ഈ ആക്ട്രസിനെ സംബന്ധിച്ച് ആക്ടർമാരെ അത്ര സാലറി കിട്ടുന്നില്ല, ഇതൊക്കെ പണ്ട് ചർച്ച വിഷയമായതാണ്. അത് അമീർ ഖാൻ ആയാലും പൃഥ്വിരാജ് സുകുമാരനായാലും കൊടുത്തത് നല്ല അടിപൊളി മറുപടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പടത്തിലേക്ക് ഒരാള് എന്തുമാത്രം ഇറക്കി ക്യാഷ് തിരിച്ചു കൊണ്ടുവരണോ അതനുസരിച്ചാണ് അവർ റെമ്യൂണറേഷൻ പോണത്. ചിലപ്പം ഇപ്പം പൃഥ്വിരാജ് ആദ്യ കാലത്ത് ബോളിവുഡിൽ അഭിനയിച്ചിരുമ്പോൾ ഐശ്വര്യ റായിനെക്കാളും കുറവ് സാലറി ആയിരുന്നു പൃഥ്വിരാജിന്. കാര്യം ഐശ്വര്യ റായിയുടെ ഫേസ് വെച്ചിട്ട് അവിടെ ആ ഇത് ഇറക്കി ക്യാഷ് തിരിച്ചു വരും, മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അമീർ ഖാൻ ആയാലും മറ്റേ ലൈറ്റ് ബോയ്ക്ക് ചിലപ്പോൾ എന്നെക്കാളും നല്ലൊരു ഇത് കൊണ്ടുവരുന്ന ലൈറ്റ് ബോയ് ആണെങ്കിൽ ലൈറ്റ് ബോയ് കൂടുതൽ കൊടുക്കും, അവിടെ ഇല്ല. അപ്പം നടക്കുന്ന ഒരു അതൊന്നും ശരിയല്ല. ഈ കമ്മിറ്റ്മെന്റ് കാര്യത്തിൽ എന്തായാലും ഹോളിവുഡ് തന്നെയാണ് ഇപ്പം ബെറ്റർ ഇപ്പോഴെന്നല്ല എക്കാലത്തും എന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അത് കാര്യത്തിൽ. അത് ഇനി അങ്ങനെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെന്തിനാണ് ദീപിക പദുക്കോൺ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ അഡ്ലിയുടെ പടത്തില് അല്ലു അർജുൻ നായകനായ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന പടത്തില് അതൊക്കെ ഇനി എന്താവുമെന്ന് ദൈവത്തിന് അറിയാം. അവിടെ പോയിട്ട് മറ്റേ പ്രവാസിന്റെ കൂടെ തന്നെ മറ്റേ സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്തോ പേര്, സ്പിരിറ്റ്. അതിനകത്ത് ഇതുപോലെ മാറ്റിയിട്ടാണ് വന്നത് ദീപിക പദുക്കോണിനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എന്തായാലും അത് മോശമായി പോയി എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ലേ. നമ്മുടെ അഭിപ്രായത്തിന് എന്ത് വാല്യൂ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ചെയ്തത് മോശമായി, അത്ര ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഓക്കെ അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. അണ്ടിൽ ദെൻ ലൈൻ കട്ട്. വലിച്ചു എങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോയി എനിക്കറിയാം, അങ്ങ് പറഞ്ഞു പോയി. അവിടെ കട്ട് ചെയ്യടാ.